അമിത ഭയങ്കര ലോഡഡ് ആയിട്ട് ഭയങ്കര റിച്ച് ആയിട്ട് ജീവിച്ചു പോണ ആളായിട്ടാണ് അവരെന്നെ കാണുക. നോ, അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ബട്ട് ഞാൻ ഇന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ എത്രയോ ആളത് വിങ്ങും. മാം അനുഭവിച്ച ആ പ്രശ്നങ്ങൾ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് മാം ഇപ്പോൾ പറയാറുണ്ടോ? ഞാനിപ്പോൾ പറയാൻ തുടങ്ങി. നിങ്ങൾ പോലുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഉരുകി പറയുന്നു. എന്തിനാ ഇതെല്ലാം പറഞ്ഞ് നിന്റെ വില കെടുത്തുന്നത്? അവൾക്ക് 50 പവൻ കൊടുത്തിട്ടേ കല്യാണം കഴിക്കാൻ പറ്റൂ എന്നുള്ളൊരു ഇതല്ല. അപ്പുറത്ത് ഇത്ര കൊടുത്തിട്ടുണ്ട്, ഐ ഹാവ് ടു മേക്ക് ഇറ്റ് ടു സെൻഡ് മൈ ഡോട്ടർ. ഇല്ലാത്തത് അവിടുന്ന് എവിടുന്നെങ്കിൽ വരും ആ സമയം. പക്ഷേ ലേറ്റർ ദാറ്റ് സ്റ്റാർട്ട്സ് കില്ലിങ് യു. എനിക്ക് ബാങ്ക് ലോൺ കിട്ടുമായിരിക്കും, എൻ്റെ ബിസിനസ് കണ്ടിട്ടും എല്ലാം കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടാവും, അത് വെച്ചാലും ഒക്കെ നമുക്ക് കിട്ടും. 1 കൊല്ലമൊന്നുമല്ല, 30-20 കൊല്ലം. നമുക്ക് എന്താ പറ്റാൻ പോകുന്നത് നമുക്കറിയോ? കൂടുതൽ മരുമക്കത്തായ അത് തന്നെ മക്കളെ കെട്ടിച്ച് വിടുന്നില്ല. മക്കള് അവരെ ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ദ ന്യൂ പേഴ്സൺ കോൾ പുതിയാപ്പിള ഈസ് ഓൾവേസ് കമ്മിങ് ഹോം. ഇതെല്ലാവരും മനസ്സിലും ഉണ്ടാവും. പക്ഷെ കാണുമ്പോൾ അത് ഉള്ളിനുള്ളിൽ അവർ പുകയുന്നുണ്ടാവും. പക്ഷെ പുറത്ത് പറയാൻ ഇഷ്ടമില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിഡ് യു ഗോ ത്രൂ ഓൾ ദിസ്? AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് ആഴങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പം മലബാർ ക്യുസൈൻ മൈസ്ട്രോ, സെലിബ്രിറ്റി ഷെഫ്, യൂട്യൂബർ അബിത റഷീദ്. ഹായ്, വെൽക്കം മാം. വെൽക്കം, താങ്ക് യു. മാം, ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലായിരിക്കും നമ്മളുടെ പാഷൻ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ മാമിൻ്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലായിരിക്കുമല്ലോ ഈ കുക്കിങ്ങിനുള്ള പാഷൻ മാം തിരിച്ചറിഞ്ഞത്. ആ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് ഏതായിരുന്നു? പാഷൻ വൺസ് ഐ ഗോട്ട് മാരിഡ് ആണ് എനിക്ക് കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. ആൻഡ് അത് ബ്രഷ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എല്ലാവരോടും പറയും എൻ്റെ വൈഫ് എല്ലാം ഉണ്ടാക്കും, അവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കിച്ചു കൊടുക്കുമല്ലൊക്കെ ആയിരുന്നു. ബട്ട് ദാറ്റ് വാസ് നെവർ എ ലൈവ്ലിഹുഡ്. നമ്മളെ ബ്രെഡ് ആൻഡ് ബട്ടർ തരുന്ന ഒരു കാര്യമല്ലായിരുന്നു അത്. അപ്പം ടു ലൈവ്ലിഹുഡ് ഐ ബിക്കെയിം ഞങ്ങൾക്കൊരു സ്റ്റോർ ഉണ്ടായിരുന്നു, സാരി സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതൊരു 35 ഇയേഴ്സോളം ഞാനും ഹസ്ബൻഡും കൊണ്ടു നടന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്കായിരുന്നു ഞങ്ങളുടെ കൂടുതൽ ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഞങ്ങൾക്ക് അതിലൊരു വലിയൊരു ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ബിസിനസ്സിൽ. അപ്പോൾ അതൊരു ടംബിൾ ഡൗൺ ചെയ്ത് ആ സമയത്ത് എന്നെ സഹായിക്കാൻ എൻ്റെ പാഷൻ, അതാണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഈ പാഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് ബോഡിയിൽ ചെറുപ്പത്തിലേ നമ്മളെ മനസ്സിലോ എവിടെയോ അതുണ്ടാവും വിത്ത്. പക്ഷെ ഒരാവശ്യം വരുമ്പോഴാണ് നമ്മുടെ പാഷൻ നമ്മളുടെ ലൈവ്ലിഹുഡിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ആ പാഷനറ്റായിട്ടുള്ള സംഗതി ചെയ്യുമ്പം നമ്മുടെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ വ്യത്യാസമാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ചെയ്യുന്നതും പാഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നതും നമുക്കുണ്ടായ ഈ ഫോളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ അതിമറിയാൻ അത് സഹായിക്കും. ഈ മാത്രമല്ല, ഈ പാഷൻ തിരിച്ചറിയുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസും കൂടെയാണല്ലേ അതെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പാഷൻ എന്നുള്ള വാക്കിൽ ഇറ്റ്സ് മോർ ഓഫ് കോൺഫിഡൻസ്. അതാണ് ഞാൻ കേട്ടിട്ടുണ്ട് മാം ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് മാം വരുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു ഒരു ബിസിനസ് കെട്ടിപ്പടുത്തു, ഒരുപാട് പരാജയങ്ങൾ ഫേസ് ചെയ്തു, പിന്നെ ബിസിനസ് കെട്ടിപ്പടുത്തു, സക്സസ് ആയി. അപ്പോൾ മാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം മാമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ റിയലുമാണ്. അപ്പം ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് മാത്രമല്ല ഈ മലബാർ ക്യുസൈൻ അത് ലോകമെങ്ങും മലബാറിൻ്റെ രുചി അറിയിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ മാമിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലബാർ ക്യുസൈൻ ഇപ്പോൾ ആദ്യമായിട്ടൊരു മലബാർ ക്യുസൈൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം ടേസ്റ്റ് ചെയ്യേണ്ട ഡിഷ് ഏതായിരിക്കും? അതെപ്പോഴും ബിരിയാണി തന്നെയായിരിക്കും. ബിരിയാണി അല്ലാണ്ട് നമ്മളെ മനസ്സ് നിറച്ചും മലബാർ എന്ന് പറയുമ്പോൾ എന്തോ വലിയ പ്രതീക്ഷയിലല്ലേ വരുന്നത്. അപ്പം ഞാനൊരു പുട്ടും മീനും തന്നാല് ആ ബിരിയാണിയുടെ ദം അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പം ആ ഒരു ഫീൽ ഓഫ് ഇറ്റ് കിട്ടണമെങ്കിൽ
ഇറ്റ് ഈസ് ബിരിയാണി. ഞങ്ങൾ ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹൈദരാബാദി ബിരിയാണി എന്നുള്ള ആലോചിക്കണത്, പിന്നെയല്ലേ അവിടുത്തെ ബിസ്ക്കറ്റും അവിടുത്തെ അലീമൊക്കെ ആലോചിക്കണത്. ഇറ്റ്സ് എ സെയിം തിങ്. ഇന്റർനാഷണലി ഇതിനൊരു പവർ ഉണ്ട് എന്നുള്ളത് ഐ സ്ട്രോങ്ലി ബിലീവ്. ബിക്കോസ് ലോങ് ഏജസ് ബാക്ക് വെൻ ബിരിയാണി കെയിം ടു കേരള, അത് കൊണ്ടുവന്ന ആൾക്കാർക്ക് തന്നെ സംശയമായി, അവർ കൊണ്ടുവന്ന സാധനം തന്നെയാണോ ഇവർ ഇത്രയും ഡെവലപ്പ് ചെയ്ത് അതിനെ മാറ്റിയത്. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് സംതിങ് വിച്ച് വാസ് ബോൺ ഇൻ കേരള, ഇറ്റ് കെയിം ഫ്രം അതർ പ്ലേസ്. പിന്നെ നമ്മളെ ഇവിടുത്തെ നല്ല ഏലക്കായും പട്ടയും കുരുമുളക് കാര്യങ്ങളൊക്കെ അതൊക്കെ പൊടിച്ച് ഒരു പൊടി ഉണ്ടാക്കി അതിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്തു. അത് കാരണമാണ് ആ ബിരിയാണിക്ക് ഒരു പോപ്പുലാരിറ്റി. അല്ല, ഈ മലബാറിൻ്റെ തന്നെ ഒരു വലിയൊരു കൾച്ചറൽ ഹിസ്റ്ററി ഉണ്ട്, അറബ്സ്, യൂറോപ്യൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഈ നമ്മളുടെ ഈ മലബാറി ദം ബിരിയാണിയിലുണ്ടായിരിക്കില്ലേ? 100% ഉണ്ട്. ബിക്കോസ് കൊച്ചിനാണ് ഏറ്റവും വലിയ പോർട്ട്, റൈറ്റ്, കേരളത്തിൽ നോക്കുമ്പോൾ. പക്ഷെ വന്നവരൊക്കെ അവിടേക്കാണല്ലോ വന്നത്. അതിൻ്റെ വാസ്കോഡിഗാമ ആയാലും അറബ്സ് ആയാലും ചൈനീസ് ആയാലും ഐ തിങ്ക് ദി ലാൻഡഡ് അറ്റ് മേ ബി ദ പോർട്ട് ഇസ് ഹിയർ. അപ്പോൾ അവിടുത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി, ഭക്ഷണം മാത്രമല്ല, ഭക്ഷണത്തിനെ നന്നാക്കണമെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയും വേണം. ആ ഹോസ്പിറ്റാലിറ്റി കൾച്ചർ ഐ തിങ്ക് പണ്ട് മുതലേ ഇറ്റ് വാസ് ഫേമസ് ഇൻ Zamudri's kingdom. അപ്പോൾ all that together created something very, very different. And especially അവിടെയുള്ള ആൾക്കാർ കൂടുതൽ ജോബ് ഓറിയൻറ്റഡ് അല്ല, മോർ ഓഫ് ബിസിനസ് ഓറിയൻറ്റഡ് ആൾക്കാരാണ്. ലൈക്ക് അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റർടൈനിങ് ആവണം. പിന്നെ അവിടെ ഉള്ളത് കൂടുതൽ മരുമക്കത്തായ, അത് തന്നെ മക്കളെ കെട്ടിച്ചു വിടുന്നില്ല, മക്കള് അവരെ ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ദ ന്യൂ പേഴ്സൺ കോൾ പുതിയാപ്ല ഈസ് ഓൾവേസ് കമ്മിങ് ഹോം. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുക, അവർക്ക് ബെസ്റ്റ് ഓഫ് ഫുഡ് കൊടുക്കുക. ബിക്കോസ് അവരെ അമ്മേനെ ഡിസ്കണക്ട് ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഡിസ്കണക്ട് എന്നല്ല, അവിടെ നിന്നല്ല ഇവിടെയാണല്ലോ താമസം കൂടുതൽ വരുന്നത്. അപ്പോൾ അയാളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെയാണ് ഈ ക്വിസീന് ഹോസ്പിറ്റാലിറ്റി ഡെവലപ്മെൻ്റ് ആയിട്ടും പിന്നെ ഞങ്ങൾക്ക് ബിസിനസ് ഡെവലപ്മെൻ്റ് ആയിട്ടും ഇതൊക്കെ ഈ ഒരു പർട്ടിക്കുലർ മലബാറിന് സീ കോസ്റ്റ് ഏരിയ ആണല്ലോ മലബാർ എന്ന് പറയുമ്പോൾ, കാസർഗോഡ് നിന്ന് തുടങ്ങി കോഴിക്കോട് വരെ. അപ്പോൾ ഈ കോസ്റ്റ് ലൈനിൽ എപ്പോഴും വന്നിരുന്നത് ആരാ? പുറത്തുനിന്നുള്ള ആൾക്കാരാ. അപ്പോൾ അത് കാരണമാണ് ഈ ക്വിസീൻ ഇത്ര ഡെവലപ്മെൻറ്റ് വന്നത്. മാം, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അതൊരു ടാസ്ക്കാണ്. കാരണം സവാള അരിയണം, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരുപാട് മസാലകൾ, പിന്നെ അതല്ലാതെ സ്പെഷ്യൽ കുറേ മസാലകൾ. അപ്പം ഇതൊരു ടാസ്ക്കാണ് പലർക്കും ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത്. ഒരുപാട് ടൈം എടുക്കുന്നൊരു പ്രോസസ്സായിട്ടാണ് പലരും ഈ ചിക്കൻ ബിരിയാണി കരുതുന്നത്. മാത്രമല്ല ഈ ചിലർ പറയുന്നത് ചിക്കൻ ബിരിയാണി ഒരു ലക്കാണ്. ചിലപ്പം ഒത്തു ആ അരിയുടെ കറക്റ്റ് വേവ് ഉണ്ടല്ലോ, ഒത്തു ചിലപ്പോൾ പാളിപ്പോവും. പക്ഷേ മാമിനെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ ക്ലാസ് വീഡിയോ ഞാൻ കണ്ടായിരുന്നു മലബാർ ചിക്കൻ ബിരിയാണിയുടെ. ഇത്രയും വലിയൊരു ടാസ്കിൻ്റെയും ഇത്രയും വലിയൊരു സമയമെടുത്തും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് മാം ആ വീഡിയോയിൽ പറഞ്ഞത്. അതിനെക്കുറിച്ചൊരു ഈസി ആയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ബിരിയാണി ഇത്രയും സമയമെടുത്ത് ചെയ്യേണ്ട, ഇത്രയും റെസിപ്പീസ് ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചിക്കൻ ബിരിയാണി വളരെ ടേസ്റ്റോടെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഏറ്റവും എളുപ്പമായി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാത്രം വേണം, എത്ര സാധനങ്ങൾ മുറിച്ചുണ്ടാക്കണോ. ചിക്കൻ ബിരിയാണിക്ക് അതൊന്നും വേണ്ട. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഉള്ളി, അത് മാത്രം ഒരു ടാസ്ക്. ഇപ്പോൾ 1 കിലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഒരു 600 ഗ്രാം ഉള്ളി മുറിക്കേണ്ട പണിയേ ഉള്ളൂ. അത് എന്തിനാ ഇത്ര വലിയൊരു ഊതി വീർപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി കഴിക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്നിന് എന്താ പ്രശ്നം? നല്ലോണം വാഷ് ചെയ്ത് ഇടിച്ചാൽ അത് പൊടിഞ്ഞ്. വെളുത്തുള്ളി ആണെങ്കിലും അതിൻ്റെ സ്കിന്ന് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ആ സ്കിന്നും നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അതിൻ്റെ സ്കിന്ന് കളയുന്നത്. അതും അത്ര വലിയൊരു പ്രയാസം. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് അന്ന് മിക്സി ഉണ്ടോ? ഓർലിലിട്ട് ഓരോന്ന് ഇടിക്കണം, അല്ല അമ്മിയിലിട്ട് ചതുക്കണം. ഇന്ന് ഒരു സ്വിച്ചിൽ അത് പൊടിഞ്ഞ് കിട്ടി. ഇനി ഉള്ളി തോല് പൊളിക്കാനും മെഷീനുണ്ട്, പക്ഷെ അത് നോട്ട് പോസിബിൾ ഇൻ ഡൊമസ്റ്റിക്. ഓക്കെ, വീട്ടിലാണെങ്കിൽ തോല് പൊളിച്ചാൽ ഒരു മെഷീനിലിട്ട് കഴിഞ്ഞാൽ അതും കട്ട് ചെയ്ത് വരുന്നുണ്ട്. സി തിങ്സ് ആർ ബിക്കമിങ് ഈസിയർ എവറി ഡേ. ദർ ആർ സോ മെനി ക്രിയേറ്റീവ്. അടുപ്പ് ഊതി കത്തിക്കണോ? വേണ്ടല്ലോ, ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ അടുപ്പായി, അതിനുള്ള പാത്രങ്ങളുണ്ട്. സോ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് യു നോ, ഞങ്ങളെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ
ഉച്ചക്ക് പെട്ടെന്ന് ആലോചിച്ചുണ്ടാക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ രാവിലെ കൂട്ടിലിട്ട് കോഴിനെയൊക്കെ തുറന്നു വിടും. അപ്പോൾ ആരെങ്കിലും വന്ന് ഗസ്റ്റൊക്കെ വന്ന് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിലേ ഈ ചിക്കൻ കൂട്ടിലേക്ക് മടങ്ങി വരണം. അത് വൈകുന്നേരം ആവും. അപ്പൊ എന്താ ചെയ്യാ, ഞങ്ങൾ ഓടിച്ചു പിടിക്കും. ഇതൊന്നും ഇക്കാലം ഇല്ല. ഇപ്പൊ വിളിച്ചു പറഞ്ഞാല് 5 മിനിറ്റ് കൊണ്ടോ 8 മിനിറ്റ് കൊണ്ട് ചിക്കൻ ഇസ് ഡെലിവേർഡ് അറ്റ് ഹോം അല്ലേ. എന്ത് കട്ട് വേണം അത് പറയാ, ബിരിയാണി കട്ട് വേണം. മറ്റു ചിക്കനെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ അറുത്ത് അത് കഴിഞ്ഞ് അതിൻ്റെ സ്കിന്നെടുത്ത് അത് എത്ര പ്രശ്നങ്ങളാ. ചിലപ്പോൾ ഇത്ര തൊല്ല ഇപ്പോൾ ഒന്ന് ഫോൺ വിളിച്ചാലും പച്ചമുളക് ഇല്ലെങ്കിൽ വന്നു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആർ നെവർ എ ഡിഫിക്കൽറ്റി. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി അരി, ഇപ്പം ISI മാർക്കില്ല പാക്ഡ് അരിയാണെങ്കിൽ every detail of the rice is written. First thing is you should know to buy your products. അല്ലേ, ഞാൻ പച്ചരി വാങ്ങിയിട്ട് ബിരിയാണി വെക്കാൻ പറ്റുമോ? എന്താ അരി എന്നുള്ളത് ആദ്യം പഠിക്കണം. സ്കൂളിൽ ABCD പഠിക്കുന്നില്ലേ, അതേമാതിരി തന്നെ കുക്കിങ്ങിനും ABCD ഉണ്ട്. അത് പഠിക്കാണ്ട് പെട്ടെന്ന് വന്നിട്ട് എനിക്കൊരു ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോഴാണ് ഇത് ടഫാവുന്നത്. അപ്പോൾ ബേസിക്കലി വേ വി വെന്റ് റോങ് ഇസ് അമ്മമാർ കുട്ടികളെ പഠിപ്പിച്ചില്ല. ജനറേഷൻ ടു ജനറേഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചൊല്ലിക്കൊടുത്തില്ല. എഴുതി പഠിക്കുകയല്ല, ചൊല്ലിക്കൊടുത്തില്ല. ലൈക്ക് കുട്ടികളെ അടുക്കളയിൽ വരുമ്പോൾ അമ്മ ഉള്ളി മുറിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഒന്ന് മുറിച്ച്, ഗ്രാൻഡ് മദർ എന്തെങ്കിലും പറയും അത് തൊടൽ, അത് കരിഞ്ഞു പോകും അല്ലെങ്കിൽ അത് ചോന്നു പോകും. ഇതൊക്കെ ലെസൺസ് ആർ ബീങ് ലേൺഡ് വിതൗട്ട് റീഡിങ്. മാം, ഇപ്പോൾ മാമിൻ്റെ ഒരു മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടിയാണ്. ഇപ്പം സാരിയുടെ ബിസിനസ് ഉണ്ടായിരുന്നല്ലോ, അപ്പം സാരിയുടെ ബിസിനസ് അത് ഫെയിലായപ്പോൾ ഈ മസാലപ്പൊടി ഓൺലൈൻ വഴി വിറ്റാണ് മാം അത് സക്സസിൻ്റെ ഒരു ആദ്യ ചുവടുവെപ്പായിരുന്നു. അപ്പം സാധാരണഗതിയിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി അതിൽ ലോസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാമെന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. നമ്മൾ മാനസികമായി അത്രത്തോളം പവർ വേണം. മാത്രമല്ല നമ്മൾ കൂടെ ഉള്ളവരുടെ ഒരു സപ്പോർട്ട് വേണം. നമ്മളൊരു സ്ത്രീയാണ്, ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, ഒരു ഫാമിലി ഉണ്ട്, 3 പെൺമക്കളാണ്. ആ സമയത്ത് ഹസ്ബൻഡിന് ക്യാൻസറൊക്കെ വന്നു അല്ലേ. അപ്പം സാധാരണഗതിയിൽ ഒരു ഇനിയും ഒരു റിസ്ക് എടുക്കുക, ബിസിനസ്സിലേക്ക് വന്ന് ഇനിയും ഒരു റിസ്ക് എടുക്കുക. അടുത്ത ഇന്നിങ്സ്, നമ്മളെ ലൈഫിൽ പല പല ഇന്നിങ്സ് കാണുമല്ലോ. ഒരു ഇന്നിങ്സ് ഫെയിലായി, ഇനി നെക്സ്റ്റ് ഇന്നിങ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ചുറ്റും എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ആ സമയത്തൊരു പിടിവള്ളി കാണുമല്ലോ. മാമിൻ്റെ ഒരു പിടിവള്ളി എന്തായിരുന്നു? കാരണം എനിക്കിനി എന്താ ചെയ്യാൻ പറ്റുക, ഇതിനി ഈ ലോസിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റുക? മാമിൻ്റെ ഒരു പിടിവള്ളി എന്തായിരുന്നു ആ സമയത്ത്? എനിക്കത് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ലോസ് എന്ന് പറയുന്നത് എനിക്ക് 32 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബിസിനസ്സിൽ എനിക്ക് പൈസ എണ്ണാൻ സമയമില്ലാത്ത മാതിരിയുള്ള ബിസിനസ് ഞാൻ ചെയ്തിരുന്നു കാലത്തിൽ. അത് ലോസിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയില്ല, എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റി. ലൈക്ക് ഗെറ്റിംഗ് ടു ഹാൻഡ്സ് ഓഫ് ബ്ലേഡ്. നമ്മൾ ബാങ്കിങ് സിസ്റ്റം, നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏതൊരു ബിസിനസ്സായിരുന്നു ഒരു പാക്കേജ് ഉണ്ടാവുമല്ലോ എന്ത് കാര്യത്തിനും. ഒരു 35 lakhs ഒരു ബിസിനസ് തുടങ്ങുക, നമ്മൾ പ്രോപ്പർട്ടിയൊക്കെ കൊടുത്ത് ഒരു ബാങ്കിൻ്റെ അടുത്ത് പോകും. ഈ ബാങ്കിലെ ആൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ബാങ്കിൻ്റെ ആൾക്കൊരു അസംഷൻ ഉണ്ടാവും, ഓ ഈ ഷർട്ട് ആര് വാങ്ങാൻ, ആരോ ഷർട്ട് ആര് വാങ്ങും, 2000 ഉറുപ്പ്യൻ്റെ ഷർട്ട്. മേ ബി ആ ഒരു ഉദ്യോഗസ്ഥന് ഏറി വന്ന ഒരു 500 ഉറുപ്പ്യൻ്റെ ഷർട്ടേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനൊരു ലോകമുണ്ട്, ഇങ്ങനൊരു സാധനം ആൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു പൊസിഷനുള്ള ആളായിരിക്കില്ല. ലാസ്റ്റ് മിനിറ്റ് ഇയാൾക്ക് ഈ പാഷനും ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് മിനിറ്റ് എന്താവും, നമ്മൾക്ക് ഈ ബിസിനസ് നടത്തണമെങ്കിൽ ഒരു 30 lakhs ആവശ്യമുള്ളടുത്ത് സാങ്ഷൻ ആവുക 10 lakhs ആയിരിക്കും. അതോട് കൂടിയിട്ട് എന്തായി, ഇയാൾ സ്ക്വീസ്ഡായി. ബ്രീതിങ് ഓഫ് ബിസിനസ് ഇല്ലാണ്ടാവും. അവിടെയാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്ന വലിയ പ്രശ്നം. പ്രോജക്റ്റ് കോസ്റ്റ് കാണണം ആദ്യം. ആ പ്രോജക്റ്റ് കോസ്റ്റ് കാണാണ്ട് ഒരു കച്ചവടം തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉത്ഭവിക്കാൻ തുടങ്ങുക. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ആ റൊട്ടേഷൻ വിചാരിച്ച മാതിരി നടക്കില്ല. അപ്പോൾ മണി ഫ്രം അതർ സോഴ്സസ് കമ്മിങ് ടു ഇറ്റ്. ആവശ്യമില്ലാത്ത കച്ചവടക്കാരന് പൈസ വേണമല്ലോ ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ ഇറ്റ് കംസ് ഫ്രം അതർ സോഴ്സസ്. ദാറ്റ് അതർ സോഴ്സസ് വിൽ സ്റ്റാർട്ട് പിന്നിങ് യു. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻ ടു മീ. നമ്മൾ വിചാരിക്കും ഈ ഒരു സമയത്ത് ഈ ഒരു ഫണ്ട് വരുമെന്ന്. ആ ഫണ്ട് വന്നിട്ടില്ലെങ്കിൽ യു ഗെറ്റ് ഇൻ ടു. അപ്പോൾ നമ്മളെന്താവും, NP ആവാൻ പോവും, ബാങ്ക് NP ആവും. അപ്പോൾ പേടിക്കും, NP ആവണ്ട വിചാരിക്കും. പിന്നെ കൾച്ചറലി അത് ഞങ്ങളെ കച്ചവടം ഇപ്പോൾ പൊട്ടിപ്പോവും, ആസ് വെൽ ആസ് പൊട്ടണ്ട, ലെറ്റ് us ഡു സംതിങ്. അതൊക്കെ നമുക്കൊരു
തെറ്റിലേക്കാണ് പോകുന്നത്. അത് മൾട്ടിപ്പിളാവും. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഒരു പ്രായമാകുമ്പോൾ വീടില്ലേ, വീടുണ്ടാക്കണ്ടേ, മോളെ കെട്ടിക്കണ്ടേ, ഓരോ അവസരങ്ങളാണ് ഓരോ ആൾക്കാർക്കും. അപ്പം നമ്മൾ നാച്ചുറലി ഇൻബൗണ്ട് ആവും. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കൂട്ട് ഫാമിലിയിലായിരിക്കും. അപ്പോഴത്തെ അടുത്ത ചോദ്യം എന്തായിരിക്കും? വീടുണ്ടാക്കണ്ടേ. വാട്ട് ഹാപ്പൻസ്? കുറച്ച് പൈസ കാണുമ്പോൾ നാച്ചുറലി നമ്മൾ വീടുണ്ടാക്കാൻ പോകും, അല്ലേ? ഈ വീടുണ്ടാക്കാൻ പോകുമ്പോൾ എന്തായി? എൻ്റെ വീടല്ലേ, കുറച്ചും കൂടി നന്നാക്കുക, കുറച്ചും കൂടി മാർബിളാക്കുക. നമ്മൾ വിചാരിച്ചത് എന്തായിരിക്കും? ഫ്ലോർ ടൈലിടാനായിരിക്കും വിചാരിക്കുക. ഓക്കെ, ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 20,000 ബിറ്റ്വീൻ മാർബിൾ ആൻഡ് ടൈൽ. അപ്പോൾ എന്താക്കും? ഓക്കെ, ഐ വിൽ ഡു മാർബിൾ. അടുത്ത സാധനം വരും പെയിൻറ്റ്. ഈ പെയിൻറ്റ് ഇത്ര വിലയുള്ളൂ, പക്ഷേ ഈ പെയിൻറ്റിന് ഇത്ര വില. എൻ്റെ വീടല്ലേ, നല്ല പെയിൻ്റ് ആയിക്കോട്ടെ. എൻഡ് ഓഫ് ഇറ്റ് യു ബഡ്ജറ്റ് യുവർ സെൽഫ് ഫോർ എ സർട്ടൻ എമൗണ്ട്, ലൈക്ക് 50 lakhs to make your house. But by the end it goes to 80 lakhs. What happens? All your life you toil to pay it back. അപ്പോഴത്തേക്ക് നമ്മളുടെ ബിസിനസ് എല്ലാം നമ്മൾ ഡിസ്റ്റർബ്ഡാണ്. ഒരുപക്ഷെ വീട് അത്രയും ഒരു കോസ്റ്റ്ലി ആയിട്ട് നിർമ്മിക്കുക എന്നുള്ള ആ ഒരു ഡിസിഷൻ അത് തെറ്റാണ് എന്ന് മാമിന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അതെ, തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ഒരിക്കലും നമ്മളെ അന്നം തരുന്ന കാര്യത്തിൽ നിന്ന് ആ പണം എടുക്കാൻ പാടില്ല. Your savings should be a different matter, not from your business. You should ഞാൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? എൻ്റെ അഫോർഡബിലിറ്റി ടു മേക്ക് എ ഹൗസ് ഇത്ര ലക്ഷം, അതിലേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, എനിക്ക് ബാങ്ക് ലോൺ കിട്ടുമായിരിക്കും, എൻ്റെ ബിസിനസ് കണ്ടിട്ടും എല്ലാം കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടാവും, അത് വെച്ചാലും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റീവ് അല്ല. ആ ഒരു സമയത്ത് ഒരു മാസത്തിൽ 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മാസവും, എന്ന് പറഞ്ഞാൽ 20 കൊല്ലം 30 കൊല്ലാണ് കേട്ടോ, ഒരു കൊല്ലമൊന്നുമല്ല, 30-20 കൊല്ലം നമുക്ക് എന്താ പറ്റാൻ പോകുന്നതെന്ന് നമുക്കറിയോ? മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടായിരിക്കും നമ്മൾ ഈ ലോണൊക്കെ എടുക്കുക. പെട്ടെന്ന് ഞാൻ പോയി, അല്ലെ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പോയി, വരാൻ പോകുന്ന പണം ഉണ്ടല്ലോ. ലൈക്ക് ഇഫ് ഐ ആം വർക്കിംഗ്, ഐ നോ ദറ്റ് ഐ വിൽ ഗെറ്റ് 10,000 a month, out of which I will eat for 5,000, I will pay 5,000. This is not a one-day matter. This is a 20 years matter. സപ്പോസ് എനിക്കത് പറ്റി കൊടുക്കാൻ പറ്റുമോ ഈ മാസത്തിലെ പേയ്മെൻറ്റ്? അത് ഓവർലോക്ക്ഡ് ആവും, അത് ബ്ലോക്ക്ഡ് ആവും. അതോടുകൂടി നമ്മളെ മെൻ്റൽ പീസ് പോയി, വീട്ടിൽ പെരുമാറ്റം വ്യത്യാസമായി. നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ പോയി. ഇതെല്ലാം ഈ ഒരു ഭാഗം എന്ന് പറയുന്ന വീട്. രണ്ടാമത്തെ കല്യാണം. അവൾക്ക് 50 പവൻ കൊടുത്തിട്ടേ കല്യാണം കഴിക്കാൻ പറ്റൂ എന്നുള്ളൊരു ഇതല്ല. അപ്പുറത്ത് ഇത്ര കൊടുത്തിട്ടുണ്ട്, ഐ ഹാവ് ടു മേക്ക് ഇറ്റ് ടു സെൻഡ് മൈ ഡോട്ടർ. ഇല്ലാത്തത് അവിടുന്ന് എവിടുന്നെങ്കിൽ വരും ആ സമയം. പക്ഷേ ലേറ്റർ ദാറ്റ് സ്റ്റാർട്ട്സ് കില്ലിങ് യു. കൾച്ചറലി ഈ 2 സാധനമാണ് നമ്മളെ കില്ല് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അത് ഒരു സൊസൈറ്റിയിൽ ആരും അത് പറയില്ല, ഇതെല്ലാവരും മനസ്സിലും ഉണ്ടാവും. പക്ഷെ കാണുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പുകയുന്നുണ്ടാവും, പക്ഷെ പുറത്ത് പറയാൻ ഇഷ്ടമില്ല. ഇപ്പം ഞാനതൊക്കെ പറയുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? കോൺഫിഡൻ്റ്ലി മറ്റൊരു മനസ്സിലാക്കുന്ന, ഞങ്ങൾക്ക് മാത്രമല്ല ആബിദക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആബിദ ഭയങ്കര ലോഡഡ് ആയിട്ട് ഭയങ്കര റിച്ച് ആയിട്ട് ജീവിച്ചു പോണ ആളായിട്ടാണ് അവരെന്നെ കാണുക. നല്ല സുഖം, കുറേ സാരികളുണ്ട്, ഷോപ്പുണ്ട്, യു ജസ്റ്റ് സിറ്റിംഗ് ദേ. നോ, അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ബട്ട് ഞാൻ ഇന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ എത്രയോ ആളത് വിങ്ങും. അതെ അതെ, എത്രയോ ആളെ മനസ്സിൽ ഈ വിങ്ങലുണ്ടാവും. ഞാനത് പൊട്ടിത്തെറിപ്പിച്ചു. മേക്കിംഗ് ദം ഫീൽ യെസ് വാട്ട് ഷീ സേസ് ഇസ് കറക്റ്റ്. ദാറ്റ്സ് എ പോയിന്റ് വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ്. നമ്മളിങ്ങനെ സ്വർണം കൊടുക്കാൻ വേണ്ടി കടം വാങ്ങിച്ചും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും കല്യാണം കഴിക്കുന്നത് പിന്നീട് നമ്മളെ ലൈഫിൽ വലിയൊരു പ്രശ്നമായി തന്നെ മാറും. കാരണം മാം അത് മാമിൻ്റെ കൂട്ടുകാരികളോടൊക്കെ പറയാറുണ്ടോ? അവരിങ്ങനെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ നേരത്ത് മാം അനുഭവിച്ച ആ പ്രശ്നങ്ങൾ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് മാം ഇപ്പോൾ പറയാറുണ്ടോ? ഞാനിപ്പോൾ പറയാൻ തുടങ്ങി. നിങ്ങൾ പോലുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഉരുകി പറയുന്നു. അങ്ങനെ പറയാൻ എല്ലാവർക്കും പറ്റില്ല. ബിക്കോസ് സൊസൈറ്റി വിൽ നോട്ട് അക്സെപ്റ്റ്. ആദ്യം ഞാൻ ഇതേമാതിരി തുറന്ന് പറഞ്ഞപ്പോൾ ഐ ഹാഡ് ലോട്ട്സ് ഓഫ് എനർജീസ് കമ്മിങ് ആൻഡ് ടെലിങ് മീ, എന്തിനാ ഇതെല്ലാം പറഞ്ഞ്
നിന്റെ വില കെടുത്തുന്നത്. സൊസൈറ്റിയിൽ നമുക്കൊരു അക്സെപ്റ്റൻസ് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങളെ കാണണം, യു ആർ എ ബിഗ് പേഴ്സൺ. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിഡ് യു ഗോ ത്രൂ ഓൾ ദിസ് എന്നുള്ള ഒരു ചോദ്യം. ഓക്കെ, പക്ഷെ ഐ ഫൗണ്ട് ദാറ്റ് പീപ്പിൾ അക്സെപ്റ്റഡ് മീ ഫോർ ദാറ്റ്. ഞാൻ സംസാരിച്ചപ്പോൾ ആൾക്കാർ എന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്ത്. എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തേ? അവരുടെ ഉള്ളിൽ അവർക്ക് ആ ധൈര്യം വന്നു. ഇഫ് ഷീ ക്യാൻ ടോക്ക്, അല്ലെങ്കിൽ ഇഫ് ഷീ ഹാഡ് സോ മച്ച് ഓഫ് പ്രോബ്ലം, നമ്മളെ പ്രോബ്ലം ഇസ് ഓൾസോ സംതിങ് വിച്ച് എവറിബഡി നാച്ചുറലി ഹാസ്. അപ്പൊ ഇനിയും 2 പ്രാവശ്യം ചിന്തിക്കും ചെയ്യുമ്പോൾ. തെറ്റ് ചെയ്യൂല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചിന്തിക്കും. വീടുണ്ടാക്കുമ്പോഴും മാത്രമല്ല മോളെ, ഞാനൊരു വലിയ വീടുണ്ടാക്കി, 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. ദേ നോട്ട് ഗോയിങ് ടു ലിവ് വിത്ത് അസ് അല്ലേ? അവരുടെ ഭർത്താവുമായിട്ട് ഇപ്പം പണ്ടത്തെ മാതിരി ഒരു ഫാമിലി അല്ലല്ലോ. മിക്ക വീടുകളും പൂട്ടിയിട്ടിരിക്കുകയല്ലേ കേരളത്തില്. മക്കള് വലിയ വീടുകൾ വെക്കുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു ആഗ്രഹമാണ്, എനിക്കൊരു വീട് വേണം. പക്ഷെ നമ്മൾക്ക് പ്രായമാവും, ഞങ്ങൾ ഹസ്ബൻഡും വൈഫും ഒന്നിച്ചുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ പോവും, ഒരാൾ ബാക്കിയാവും. അയാൾ ഈ വീടും വെച്ച് എന്താ ചെയ്യാ? ആ കൾച്ചറൽ ആ തിങ്കിങ് ഉണ്ടല്ലോ, അത് മാറണം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു പലരും ഇപ്പോൾ പ്രായമാകുമ്പോൾ എല്ലാവരും ഈ ഫ്ലാറ്റുകളിലേക്ക് മാറുന്നതല്ലേ. കാരണം മാനേജ്മെൻറ്റ് ഈസിയാണ്. മാം, നമ്മളുടെ ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രിയപ്പെട്ട ആഹാരമാണ് ഈ ഷവർമ്മ. പക്ഷേ ഷവർമ്മ കഴിച്ച് ചെറുപ്പക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന ഷവർമ്മ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പലരും ഈ ഷവർമ്മ വാങ്ങുന്ന ലേറ്റ് നൈറ്റ് ആയിരിക്കും, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വാങ്ങിച്ചാണ് ഇത് കഴിച്ച് എല്ലാവരും മരിച്ചു പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഈ കടകളിലൊക്കെ ഇപ്പോഴും ഷവർമ്മ വിൽപ്പന ഇപ്പോഴും വ്യാപകമായിട്ട് തന്നെ നടക്കുന്നു. ഈ ഷവർമ്മ കഴിച്ച് പ്രശ്നം ഉണ്ടായി മരിച്ചാലും വീണ്ടും ഈ ചെറുപ്പക്കാരൊക്കെ ഈ ഷവർമ്മയുടെ പിന്നാലെ പോകാനുള്ള പ്രധാന കാരണം എന്താണ്? ഈ ഷവർമ്മ ഇങ്ങനെ ഈ ചെറുപ്പക്കാർ ഇത്രത്തോളം അട്രാക്ട് ചെയ്യാനുള്ള കാരണം? ഈ ഷവർമ്മ, മന്തി എന്നൊക്കെ പറയുന്നത് ഒരു പർട്ടിക്കുലർ രാജ്യത്തിന്റെ ഭക്ഷണമാണ്. അത് അറേബ്യ രാജ്യത്തെ ഭക്ഷണമാണ്. അപ്പോൾ നമ്മളെ ആൾക്കാർ പകുതിയും ഇപ്പോൾ ദുബായും നമ്മൾ ഭയങ്കരമായിട്ട് ഗൾഫ് ഓറിയൻറ്റഡ് ആണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഫുഡാണ് ഇങ്ങടേക്ക് വന്നത്. അവരതിൻ്റെ സിസ്റ്റമാറ്റിക്കലായിട്ട് ഷവർമ്മ പോലെ തന്നെ കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ആ ഷവർമ്മയെ ഇന്ത്യനൈസ്ഡ് ആക്കും. ഒന്ന്. രണ്ടാമത് ഈ ഷവർമ്മ എന്ന് പറയുന്ന സാധനം ആക്ച്വലി റോ ചിക്കനിൽ തൈര്, മയണൈസ് എന്ന് പറയുന്ന സാധനം എന്താ? മുട്ടി ഓയിലും കൂടി അടിച്ച് നെവർ മുട്ടി ഓയിലും മിക്സ് ആവില്ല. ഇത് മിക്സ് ആവാത്തൊരു സാധനത്തിനെ അടിച്ച് മിക്സ് ആക്കുക, ലൈക്ക് ഗിവിങ് പവർ ആൻഡ് എറേറ്റ് ചെയ്ത് അടിച്ചിട്ട് ഇതിനെ രണ്ടും കൂടി സോള്യൂബിൾ ആക്കുക. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഈ മയണൈസ് ഉണ്ടാക്കുന്നത്. ആ സാധനം വയറ്റി പോയി കഴിഞ്ഞാൽ ഈ വയറിനും ഇത്രയും പണിയെടുക്കണ്ടേ? അതിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിനെ വയറ്റുന്നത് അത് ഒഴിവാക്കാൻ അല്ലേ? അപ്പം ഈ ഒരു സാധനം നമ്മളിപ്പോൾ സാധാരണ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ കേടുവരൂലേ? വെക്കൂലോ, നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കില്ലല്ലോ. മുട്ട കളയല്ലേ ഉള്ളൂ. ഇന്ന് ബോയിൽ ചെയ്തേക്ക് നാളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കേണ്ടിയാണ് വിൽക്കുന്ന ആൾക്കാരും കഴിക്കുന്ന ആൾക്കാരും. യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് ടു നോ ഇതൊക്കെ സയന്റിഫിക്കലി തെറ്റാണെന്നുള്ളത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഈ മയണൈസ് തേച്ച് ഈ ചിക്കൻ തേച്ച് ഇതൊരു റോഡിലേക്ക് അങ്ങോട്ട് കയറ്റാം അല്ലേ? എടാ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യാണ് തീയിൽ. ആ അറ്റം മാത്രമേ കുക്കാവുന്നുള്ളൂ, അതിൻ്റെ ഉൾഭാഗം അത് കുക്കാവുന്നില്ല. ബട്ട് അത് കഴിക്കാൻ എത്തുന്തോറും അത് കുക്കാവുന്നുണ്ട്. കുക്കിംഗ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഇന്നിപ്പോൾ ഇവിടെ ഒരു മഴ പെയ്ത് അല്ലെങ്കിൽ റോഡ് ബ്ലോക്കായി, വിചാരിച്ച ഷവർമ്മ വിറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ചിക്കൻ എടുത്ത് അയാൾ കളയാൻ പോവാന്ന്? ഓൾറെഡി റോഡിൽ കുത്തിയ ചിക്കനാ. ആ റോഡ് അടക്കം റെഫ്രിജറേറ്റ് ചെയ്യും. പിറ്റേന്ന് ഇത് 2 കിലോ ബാക്കി ഉണ്ടാവുള്ളൂ. പിറ്റേന്ന് 5 കിലോ വീണ്ടും അതിൻ്റെ മേലേക്ക് തന്നെ വെക്കും. അത് പിന്നെയും എന്താ പറയുക, സർക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഭാഗം പിന്നെയും വരുമ്പോഴത്തേക്ക് ആ പഴയ മീറ്റായിലായി. എനിത്തിങ് വിൽ ഡിറ്റീരിയോറേറ്റ് അല്ലേ? ഒരു സമയം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മരിച്ചാൽ വരെ നമ്മൾ പുറത്ത് വെച്ചാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ അത് അഴുകൂലേ? ആ അഴുകാണത്. അതുകൊണ്ടാണത് വരുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഷവർമ ഇസ് എ ബാഡ് തിങ് അല്ല. അതാണ്. രണ്ടാമത് മന്തി അല്ലേ? ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കഴിക്കണം. വൈ ഇസ് ഇറ്റ് ഈസ് ചീപ്പ്. മന്തിക്ക് ഒരു 100-125 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണിക്ക് 200 കൊടുക്കണം അല്ലേ? മന്തിയുടെ റൈസ് കമ്പയർഡ് ടു ബിരിയാണി റൈസ്
ചീപ്പറാ. മന്തിക്ക് ഉള്ളി വേണ്ട, പച്ചമുളക് വേണ്ട, നെയ്യ് വേണ്ട, ഓൺലി സീസണിങ് ഓഫ് ദാറ്റ് മാഗി ക്യൂബ്. വാട്ട് ഇസ് മാഗി ക്യൂബ്? ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ അല്ലേ. അത് ഇട്ടിട്ട് കുറച്ച് ഗരം മസാല, നാരങ്ങ ഒക്കെ ഇട്ടിട്ട് അത് നല്ലോണം ബോയിൽ ചെയ്തിട്ട് അതിൽ അരി ഇടുന്നുള്ളൂ. നെയ്യ് വേണ്ട, അരിയുടെ വില കുറവ്, ഉള്ളി വേണ്ട, തൈര് വേണ്ട, ഒരു ബിരിയാണിക്ക് ആവശ്യമുള്ള ഒന്നും മന്തിക്ക് വേണ്ട. സോ ഡോണ്ട് യു തിങ്ക് ഇറ്റ് ബിക്കംസ് ചീപ്പർ മാനുഫാക്ചറിങ്? ബട്ട് അത് കഴിച്ചു കഴിഞ്ഞാലുള്ള അതിൻ്റെ എഫക്റ്റ്, കഴിക്കുമ്പോൾ കുറേ കഴിക്കുക, ഫീൽ സാറ്റിസ്ഫാക്ഷൻ, വയറ് നിറയുന്നുണ്ട്. അത് കാരണമാണ് പിള്ളേർ അതിലേക്ക് പോകുന്നത്. നേരെ മറിച്ച് അത് നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് അവരെ നാട്ടിൽ നിന്ന് അത് കഴിക്കുമ്പോൾ അവിടെ സ്പൈസസ് ആവശ്യമില്ല. അവരുടെ നാച്ചുറൽ അവിടുത്തെ വെയിലും അവിടുത്തെ ചൂടും അവിടുത്തെ കാര്യങ്ങളും നോക്കിയിട്ടാണ് അവിടുത്തെ ഉണ്ടാക്കുന്നത് അല്ലേ. അതിനെ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പം അത് എല്ലാ ദിവസത്തെ ഭക്ഷണമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പത്തിരി ഉണ്ട്. നിങ്ങൾ മലബാർ പ്രദേശത്ത് വന്നാൽ പത്തിരി വളരെ നേരിയതായിരിക്കും. കുറച്ച് മേലോട്ടേക്ക് പോയാൽ അത് കുറച്ചുകൂടി കട്ടിയുള്ള, വയനാട് എത്തുമ്പോൾ അത് ടയറാവും, അത്ര കട്ടിയാവും. അത് ആ പ്രാദേശികമായിട്ട് ആ ഒരു ഏരിയയിലുള്ള, വയനാട്ടിലാകുമ്പോൾ കുറച്ച് കുന്ന് കയറണം, കുറച്ച് അധ്വാനിക്കണം, അവർ കൃഷി ഓറിയൻറ്റഡ് ആയിരിക്കും, മലയോരാന്ന്. ഇവിടുന്ന് നേരിയ പത്തിരി കഴിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് പകുതി വയ്ക്കുന്നതിന് വിശക്കും. നേരെ മറിച്ച് ടയർ പത്തിരി കഴിച്ച് കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ മോർ ടൈം എടുക്കും. സോ ദിസ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് വേർ യു ആർ ലിവിങ്, വാട്ട് യു ആർ ഈറ്റിംഗ്. അതാ പറഞ്ഞത്, ചക്കക്കാലമായാൽ ചക്ക തിന്നണം, മാങ്ങക്കാലം മാങ്ങ തിന്നണം. ചക്കയും ചക്കക്കുരുവും, ചക്ക തുടങ്ങുമ്പോൾ തന്നെ ചക്കൻ്റെ ഇടിച്ചക്ക തിന്ന്, അത് കഴിഞ്ഞ് ചക്ക കുറച്ചൊന്ന് മൂക്കുമ്പോൾ ഉപ്പേരി തിന്ന് അല്ലേ, അത് കഴിഞ്ഞാൽ ചക്കക്കുരുവായി, അത് കഴിഞ്ഞാൽ പഴുത്ത ചക്കയായി. അതെല്ലാം ഒരു നാട്ടിന് ദൈവം തന്ന സാധനങ്ങളാണ്. പെണ്ണായാൽ പാചകം അറിഞ്ഞിരിക്കണം. പക്ഷേ ഒരു പെണ്ണാണെങ്കിലും ആത്യന്തികമായിട്ട് അവരൊരു വ്യക്തിയാണ്. അവരുടെ സ്കില്ല് ചിലപ്പോൾ പാചകത്തിലായിരിക്കില്ല, ഇതുപോലെ ഡാൻസിങ്ങിലോ സിംഗിങ്ങിലോ മറ്റു പല കലാരൂപങ്ങളിലും, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിത്തത്തിലായിരിക്കാം. അപ്പോൾ ഈ പെണ്ണായാൽ പാചകം അറിഞ്ഞിരിക്കണം, അടുക്കളപ്പണി അറിഞ്ഞുകൂടാത്തൊരു പെണ്ണിന് മറ്റെന്ത് കഴിവുണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളൊരു ഒരു സ്റ്റിഗ്മയുണ്ടല്ലോ, അത് സൊസൈറ്റിയിൽ ഇപ്പോഴും അത് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സിനുള്ള മാമിൻ്റെ ഒപ്പീനിയൻ എന്താണ്? ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് ആരിലും കണ്ടിട്ടില്ല. ഒരു അടുക്കളയിലിരുന്ന് നരകിക്കുക, അതൊരു നരകമായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഇങ്ങനെ ഇത്രയും, അത് സിനിമക്ക് വേണ്ടിയിട്ടൊക്കെ അവർ അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടല്ലായിരിക്കും ഉണ്ടാവും. ഒരു അത്ര അതം പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഐ ഡോണ്ട് ബിലീവ്. ഞാൻ കണ്ടിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ലൈഫിൽ. അങ്ങനെ ഒരു ഉപദ്രവം മേ ബി നിങ്ങൾ പറഞ്ഞ മാതിരി അതൊരു ഇൻഡിവിജ്വൽ ഹൗസ്. ഇപ്പം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ 4 ആൾ 5 ആൾ അല്ലേ, ഇറ്റ്സ് കോൾഡ് എ ന്യൂക്ലിയർ ഫാമിലി. ഒരു തറവാട് എന്ന് പറയുമ്പോൾ അവിടെ 25-30 ആളുണ്ടാവും അല്ലേ. ഇവരെല്ലാവരും ആ പ്രവൃത്തിയിൽ പങ്കെടുക്കൂലേ. ഒരാൾ മാത്രം വിറക് ഊതി കത്തിച്ച് 30 ആളെയും പോറ്റുന്നില്ലല്ലോ. അത് ഒരു എക്സാജറേഷനാണ്. ഇറ്റ് ഈസ് നെവർ ഹാപ്പൻ സോ. സ്ത്രീ നമ്മളെ വിരലുകളൊക്കെ ചിലപ്പം നമ്മൾ കരിയടുപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വിരലുകളൊന്നും വലിയ വൃത്തി ഉണ്ടാവില്ല. ചിലപ്പോൾ പച്ചക്കായി എന്ന് പറയുന്ന അത് തോല് ഉരിച്ചു കഴിഞ്ഞാൽ അതിനൊരു കറ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി ഫ്രഷായിട്ട് വിരലുകൾ വെക്കാൻ പറ്റൂലായിരിക്കും. പിന്നെ വേറെ ഇപ്പോൾ നമ്മളിപ്പോൾ വിറക് കത്തിക്കുന്ന ആളാണെങ്കിൽ അത് ഊതി കത്തിക്കുന്ന സമയത്ത് അതിൻ്റെതായ ഒരു സ്മെല്ലും പുക നമ്മുടെ ബോഡിയിലേക്ക് വരികയായിരിക്കും. അതിൻ്റെ ഒരു ഇതുണ്ടാവും. അത് അന്നേ നമ്മൾ നനയും കുളിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ കൂടുതൽ. അതൊരു കിച്ചണിൽ എപ്പോഴും അങ്ങനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഹാവ് നെവർ സീൻ. എനിക്കിപ്പോൾ 63 വയസ്സായി. ഞാൻ വെറും മോഡേൺ കിച്ചണിലല്ല, ഞാൻ 5 വിളക്ക് ഇട്ടിട്ട് ഇടിക്കാനും പഠിച്ചിട്ടുണ്ട്, നെല്ല് പുഴുകുന്നിടത്തും നിന്നിട്ടുണ്ട്. ഐ മീൻ പൂർവികന്മാർ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ നെവർ തോട്ട് ഇറ്റ് ആസ് എ ടോയ്. ഇല്ല, അങ്ങനെ ഒരു സ്ത്രീകളെ മാത്രം ഇട്ടിട്ട് ഒരു ബുദ്ധിമുട്ടിക്കുന്ന പണിയായിട്ട് കണ്ടിട്ടില്ല. അപ്പം മീൻ മുറിക്കേണ്ടി വരും. മീൻ മുറിക്കുന്ന സമയത്ത് കൈ വാസനിക്കും അല്ലേ, മത്തി മുറിച്ച് കഴിഞ്ഞാൽ വാസനിക്കും. അതിപ്പം ഫുൾ ടൈം നമ്മുടെ ബോഡിയിൽ ആ മീനിൻ്റെ മണം വരില്ല. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വെജിറ്റബിൾ കട്ട് ചെയ്യും. അപ്പോൾ ആ വെജിറ്റബിളിൻ്റെ കറ കാരണം ഈ മണം കയ്യിൽ നിന്ന് പോവും. അത് നാച്ചുറൽ പ്രോസസ്സിൽ അതിന് ഒരു ഇതായിട്ട്. അതിനിപ്പം ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ബോഡി ഈസ് ഓൾസോ ബീൻ എൻജോയ്ഡ് അല്ലേ.
അവർ വാസനിക്കുന്ന ആളാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നതിൽ തെറ്റാണ്. അങ്ങനെ ഇല്ല അങ്ങനെ ഒരു വ്യക്തി.